അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി വായനയെപ്പറ്റി താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? വായന എന്തുകൊണ്ടും അതൊരു അറിവ് തന്നെയല്ലേ. നമുക്ക് നമ്മൾ പഠിക്കുന്നത് കൂടാതെ നമുക്ക് ലോകം അറിയാനും നമുക്ക് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിവരമുള്ളവർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെളിച്ചം കാഴ്ച കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഒരു കാഴ്ചയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അത് വളരെ പ്രചോദനം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യണം, വായിക്കണം, നല്ല അറിവുണ്ടാവണം എന്ന് തന്നെ പറയാനുള്ളൂ. ഈ തിരക്കുള്ള സമയത്തിന് സാറിന് വായിക്കാൻ സമയം കിട്ടാറുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? അതിന് പ്രത്യേകിച്ച് തിരക്കെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്തു പോകുന്ന ജോലി അങ്ങനെ തിരക്കുള്ളപ്പോൾ മാത്രം, ഇല്ലാത്തപ്പോൾ ഒരുപാട് വെറുതെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ പണ്ടത്തെ പോലെ എന്നെ പോലെയൊന്നും കറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ട് ആശ്രയം പുസ്തകം തന്നെയാണ്. ഇത്രയും കാലം വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമോ എഴുത്തുകാരനോ ആരായിരിക്കും? അത് ഒ വി വിജയൻ സാറും നമ്മുടെ ഖസാക്ക് മയ്യഴിപ്പുഴയൊക്കെ എഴുതിയ മൂന്ന സാറ്, ഒരുപാട് പേരുണ്ട്, ഒരുപാട് എഴുത്തുകാർ. എങ്ങനെ അവരെയൊക്കെ പുസ്തകങ്ങൾ മായാതെ അങ്ങനെ നിൽക്കുന്നു മനസ്സിൽ. സർ, എഴുത്തും ഒരു നല്ലൊരു കലയായിട്ടൊരു കാര്യമാണ്. താങ്കളും കലയുടെ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ആ കലയിൽ തന്നെ വളരെ തമാശയും ചിരിയുള്ള ഒരു ലോകത്തു നിന്നാണ് സാറ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലോകത്ത് നിന്ന് എഴുതാൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരുപാട് കൊഴി തോന്നിയിട്ടുണ്ട് എഴുതാൻ. പക്ഷേ എനിക്ക് എപ്പോഴും പറ്റാത്തതും അത് ഞാൻ ആലോചിക്കുന്നു. പണ്ടേ തന്നെ കൂട്ടുകാർക്ക് കത്തെഴുതി ശീലമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു ശീലമായേനെ. അത് അങ്ങനെ ശീലമായി വരുന്നതിന് മുമ്പ് ഈ ഫോണൊക്കെ വന്നത് കാരണം, ഫോണൊക്കെ വളരെ വ്യാപകമായത് കാരണം കത്തെഴുത്തുമില്ല. ഇപ്പം എപ്പോഴെങ്കിലും ഒരു പേന എടുക്കുന്നത് ചെക്കിൽ ഒപ്പിടാനോ അല്ലെങ്കിൽ ഓട്ടോഗ്രാഫ് എഴുതാനോ. അത് ഏറ്റവും ദോഷം ചെയ്യുന്നു. എഴുതാൻ താല്പര്യമുള്ളവരുടെ വഴി കൂമ്പടഞ്ഞു പോകുന്നതും ഈ എഴുത്ത് ശീലം, ഒരു കത്തെഴുത്ത് ശീലമെങ്കിലും ഇല്ലാതെ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം മലയാള സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ സാഹിത്യത്തിൻ്റെ ഒരു അംശം വളരെ ഉത്കണ്ഠ ഒരു മേഖല തന്നെയാണ് മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് നല്ലോണം സാഹിത്യത്തിൻ്റെ ആ ഒരു പ്രാവീണ്യം നമ്മുടെ സിനിമകളിൽ കാണാനും. ഇപ്പോഴതിനൊരു എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? സാഹിത്യത്തിൻ്റെ ശക്തി തന്നെയായിരുന്നു സിനിമ. അങ്ങനെ തന്നെയാണ് നമ്മൾ സിനിമ അറിഞ്ഞതും നമ്മൾ അറിയുന്നതും ഇപ്പോഴും അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പഴയത് വെച്ച് അറിയുന്നേ ഉള്ളൂ. ഇപ്പം സിനിമ ഒരു ഉറക്കത്തിലാണ് എന്ന് തന്നെ പറയാം. സാഹിത്യമായിട്ട് യാതൊരു ബോധവും ഇല്ലാത്തവർ കടന്നുകൂടിയത് കൊണ്ടാണ് മുഖം തിരിച്ചു നിൽക്കുന്നത്. ആ ഒരു ഡള്ള്, ഒരു മരിച്ച അവസ്ഥയാണ് ഇപ്പം സിനിമയിലുള്ളത്. അത് തിരിച്ചെപ്പോഴെങ്കിലും ഉണർന്ന ആരെങ്കിലും വന്നാൽ അത് ഉണർവാകും. സാർ, അപ്പോൾ പുതിയ തലമുറയിലെ എഴുത്തുകാർക്കൊന്നും ഒരു ഉണർവില്ലാന്നും ഒരു സമൂഹത്തോടൊരു ബാധ്യതയില്ലാത്ത ഒരു എഴുത്തുകാരാണെന്നൊരു തോന്നുന്നുണ്ട്. പുതിയ തലമുറയിലെ എഴുത്തുകാരല്ലല്ലോ, സിനിമയിൽ പുതിയ തലമുറയിലെ എഴുത്തുകാർ ആരുണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ ഞാൻ തിരിച്ചു മറുപടി പറയാം. അല്ല, ഇപ്പോഴത്തെ സോൾട്ട് ആൻഡ് പേപ്പറിലുള്ള അതൊരു സോൾട്ട് ആൻഡ് പേപ്പർ ചാപ്പക്കുരിശല്ലേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് 140 സിനിമ ഇറങ്ങുന്ന സ്ഥലത്ത് എത്ര സിനിമ ചെയ്യും? അതേപോലെ ബോബി സഞ്ജയ്ക്ക് നല്ല എഴുത്തുകാരാണ്. അവരുടെ സിനിമകളൊക്കെ ഓടിയല്ലോ. അങ്ങനെ അപൂർവം കുറച്ചുപേരേ ഉള്ളൂ. പിന്നെ ഇല്ലാത്തവർ ഇത്തിരി എഴുതാൻ വാസന. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന മറ്റേ എഴുത്തുകാരനുണ്ടല്ലോ, അദ്ദേഹം കലവൂര് രവികുമാർ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എഴുതാൻ കഴിയുന്ന ഒരു എഴുത്തുകാരൻ ചെന്നുപെടുന്നതും കാശുള്ള ഒരാളെ ഒപ്പിച്ചുകൊണ്ട് വരുന്ന ഡയറക്ടർ, അവൻ എത്രത്തോളം സാഹിത്യമായിട്ടോ മാധ്യമമായിട്ടോ ബന്ധമുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കാശുള്ള ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരുന്നവന് ചുമക്കേണ്ടി വരുന്ന ഒരു എഴുത്തുകാരൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണ്ട ഇതൊന്നും എടുത്തു കിട്ടാൻ. അപ്പോൾ അതിനൊക്കെ ആളുകൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതെന്ന് തോന്നലാവാം ഒരു പക്ഷേ നല്ല എഴുത്തുകാരെ സംവിധാനത്തിലേക്ക് തിരിയുന്നത്. DC-യുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ പുസ്തക മേഖലയ്ക്ക് വേണ്ടിയാണ്. DC-യുടെ വായനാശീലമുള്ളവരിൽ നല്ല ഇടപെടുന്ന മേഖലയിൽ നന്നാണ്. DC നന്നായിട്ട് ഇടപെടുന്നുണ്ട് എഴുത്തുകാരെയും പുസ്തകങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ. എനിക്കും ഒരുപാട് പ്രതീക്ഷയും പ്രയോജനവും ഇങ്ങോട്ട് തോന്നിയിട്ടുള്ളതും DC-യുടെ പുസ്തകങ്ങൾ വായിച്ചു തന്നെയാണ്. സമരം എന്നൊക്കെ പറയുന്നു, അതില്ലെങ്കിൽ ചിലപ്പോൾ നടന്നാൽ പത്മകുമാർ പടം, പിന്നെ ദീപൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ പടം, സിദ്ദിഖ് ലാൽ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു റേഡിയോ DC എന്ന് പറഞ്ഞിട്ട് റേഡിയോ DC 90.2 ഞാൻ ഇന്ദ്രൻസ്. റേഡിയോ DC 90.4 എൻ്റെ എല്ലാവിധ ആശംസയും. ഒറ്റപ്പാലത്ത് ചെന്നാലോ എറണാകുളത്ത് ചെന്നാലോ കുന്നംകുളത്ത് ചെന്നാലോ ഒക്കെ ഓരോരുത്തരുടെയും
സ്ലാങ് കേൾക്കുമ്പോൾ ചിലപ്പോൾ കൂട്ടുകാരി എന്നെ കുടിക്കുമ്പോൾ ഇയാൾ കോഴിക്കോട്ടുകാരനാ, ഇയാൾ കുന്നംകുളത്തുകാരനാ അല്ലേ എന്ന് ചോദിക്കാൻ പറ്റുമായിരുന്നു. അവരുടെ ഭാഷയിലൊരു വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ദേശവും നമുക്കൊരു രുചിയുടെ വ്യത്യാസവും ഉണ്ടായിരുന്നു. അതും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരുപോലെ തന്നെ ആവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആ വ്യത്യാസങ്ങളൊക്കെ മാറി മാറി വരികയാണല്ലോ. അതും പുരോഗതിയുടെ ഭാഗം തന്നെ എന്ന് നമുക്ക് സമാധാനിക്കാം. എന്തായാലും ഈ പാചകം ചെയ്ത് ഇഷ്ടംപോലെ കഴിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം, പ്രമേഹം വരും. അതുകൊണ്ട് ആവശ്യത്തിനെ ഭക്ഷണം കഴിക്കാം. പിന്നെ അതല്ല, പ്രമേഹം വരാതിരിക്കാനുള്ള പുസ്തകം വേണമെങ്കിലും DC ബുക്സിലുണ്ട്, അത് വായിച്ചാൽ മതി. ഇനി അമിതവണ്ണം കുറയ്ക്കാൻ 17 മാർഗങ്ങൾ എന്ന പുസ്തകം വേണമെങ്കിലും DC ബുക്സിലുണ്ട്. അതുകൊണ്ട് DC ബുക്സിനെ സംബന്ധിച്ച് ബുക്കിന് യാതൊരു പഞ്ഞവുമില്ല. ഉപയോഗിക്കുന്നവർ വാക്യരുചി ഉള്ളവരായിരിക്കണം, നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഈ പുസ്തകം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ പുസ്തകം ഇങ്ങനെ തുറന്നു കാണിക്കാൻ ഞാൻ കൂടെ പങ്കെടുത്തത് കൊണ്ട് അതിൻ്റെ വിൽപ്പനയിൽ എന്നെപ്പോലെ ശോഷിച്ചു പോകരുതേ. NL ബാലയുടെ അത്രയും ആരോഗ്യപരമായിട്ട് അതിൻ്റെ കച്ചവടം നടക്കണേ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സർ, ആദ്യമായിട്ട് തന്നെ പുസ്തകവും പാചകവും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. താങ്കൾ എങ്ങനെയാണ് ഒരു റിലേഷൻ എങ്ങനെ ബന്ധിപ്പിക്കാം? എപ്പോഴും ഈ പഴയ കാലത്തിൻ്റെ ശേഷിപ്പുകളെല്ലാം പുതിയ തലമുറയിലേക്ക് കൈമാറുന്നത് പുസ്തകങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ TV-യിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസവും ടെലികാസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. പുസ്തകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അതാണ് പുസ്തകവും എന്തുമായിട്ടാണെങ്കിൽ പോലും പഴയ കാലത്തെ ഒരു അറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ വൈദ്യശാസ്ത്രമാണെങ്കിൽ നമ്മുടെ ആയുർവേദമാണെങ്കിൽ പോലും എന്താണെങ്കിലും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം പുസ്തകങ്ങളാണ്. സാറിൻ്റെ ഒരു വായനാശീലത്തെ പറ്റി? എൻ്റെ വായനാശീലത്തെ പറ്റിയിട്ട് സ്കൂളിലും കോളേജിലും അത്യാവശ്യം എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് വരെയും പ്രീ ഡിഗ്രി വരെയും നന്നായിട്ട് വായിക്കുമായിരുന്നു. അതിനുശേഷം പതിയെ കുറഞ്ഞു. ഇപ്പോൾ ജോലിയുടെ തിരക്കൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. ഇപ്പോൾ വായന വളരെ കുറവാണ്. ഇപ്പോൾ ഒരു വർഷം 1-2 പുസ്തകങ്ങളൊക്കെ വായിച്ചാലായി. അത്രയും. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഓതറും പുസ്തകവും? കാക്കനാടൻ, ഉഷ്ണമേഖല, ആരുടെ ഒരു നഗരം. ഇപ്പോൾ പാചകം എന്ന കല എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായി ഡൈനമിക് ആയി മാറിക്കൊണ്ടിരിക്കും. പാചകം തന്നെ സിനിമയായി, സോൾട്ട് ആൻഡ് പെപ്പർ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ എന്ത് തോന്നുന്നു, ഇനി അങ്ങോട്ട് പാചകം ഇനിയും വളർന്നൊരു കലയാവുമോ എന്നുള്ള രീതിയിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ഓഫ് കേരള ചെയ്യുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ ആൾക്കാരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവസ്ഥ മാറി. ആൾക്കാർ ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് കലേഷ് എവിടെയാണ്, നിങ്ങൾ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഭൂമിയിലേക്ക്. പണ്ട് ഒരു സ്ത്രീകളുടെ കുത്തകയായിരുന്നെങ്കിൽ ഇന്ന് അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പുരുഷന്മാരും അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ലിംഗവ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാവരും പാചകം ചെയ്യുന്നുണ്ട്, പുതിയ വിഭവങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അമൃതയിൽ ടേസ്റ്റ് ഓഫ് കേരള ചെയ്തിരുന്ന സമയത്ത് നമ്മൾ കേരളത്തിലുടനീളം നടത്തിയ യാത്രകൾ കഴിഞ്ഞ് എപ്പിസോഡ് പുറത്തു വന്നതിന് ശേഷം കടകളാണ് ചെയ്യുന്നതെങ്കിൽ ആ കടകളിലേക്ക് ആൾക്കാർ ഇടിച്ച് കയറാൻ തുടങ്ങി. അത് മാത്രമല്ല, അവരുടെ അടുത്ത് നിന്ന് റെസിപ്പി വാങ്ങിച്ചിട്ട് ആൾക്കാർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊരു പുതിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു പാചകം. ഞാൻ നേരത്തെ ഇവിടുത്തെ തന്നെ പറഞ്ഞ പോലെ ചൈനീസ് വിഭവങ്ങൾ ലോകം മുഴുവൻ അവർ പ്രചരിപ്പിച്ചു. നമ്മുടെ വിഭവങ്ങൾക്ക് അത്ര ഒരു പ്രചാരം കിട്ടിയിട്ടില്ല. ഇനി നമ്മുടെ വിഭവങ്ങളുടെ ഒരു പ്രചരണ കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. എന്നുവെച്ചാൽ അത്രയധികം പ്രചരിപ്പിക്കാൻ നമ്മുടെ യങ്സ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാലും അല്ലെങ്കിൽ പല സൈറ്റുകളിൽ ഇപ്പോൾ ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് ഓഫ് കേരള എന്നുള്ള പേര് സ്വന്തമാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് ആണുങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ആൾക്കാർക്ക് ഫുഡിനോടുള്ളൊരു ഒരു പാഷൻ കൂടുന്നുണ്ട്, കുക്ക് ചെയ്യാൻ ഇത് ചെയ്യുന്നുണ്ട്, പുതിയ രുചികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്, പഴമയിലേക്ക് മടങ്ങുന്നുണ്ട് അത്യാവശ്യം പേര്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ വീടുകളിലേക്ക് മൺചട്ടികളിൽ പാചകം ചെയ്താൽ കുറച്ചുകൂടെ മീൻകറിക്ക് ടേസ്റ്റ് കൂടുമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ മൺപാത്രങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഒരു ഉണർവുണ്ടാക്കാൻ പാചകകലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു, എല്ലാ മേഖലയിലെന്ന് പറഞ്ഞാൽ ഒരു വേണ്ടത്ര ഈ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള. കാരണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രേക്ക്ഫാസ്റ്റുകൾ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റുകൾ. പ്രത്യേകിച്ച് അത് അത്രയും ഇതാവുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അത്രയും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ പിന്നെ പുഴുങ്ങിയ പഴമാണെങ്കിലും പുഴുങ്ങിയ പുട്ടാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ദോശയും വളരെ ഹെൽത്തിയാണ്. ഇങ്ങനെ വളരെ കുറച്ച് മാത്രമേ എണ്ണ ചേരുന്നുള്ളൂ. പിന്നെ ഒരു നിശ്ചിത അളവിൽ ഉഴുന്നും അരിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഈ റെസിപ്പീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ട് എഴുതാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? കുറെ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. DC ക്ക് വേണ്ടിയിട്ട് തന്നെ രുചി മലയാളം എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇച്ചിരി ശ്രമകരമായ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. റെസിപ്പി മാത്രമല്ല, ഓരോരുത്തരുടെയും ഒരു ഫുഡ് കൾച്ചറും പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു എന്നും അമ്മച്ചിമാരുടെ രുചികൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ചേർത്ത്. അപ്പോൾ ഈ പഴയ ആൾക്കാരെയൊക്കെ പോയി കണ്ടുപിടിച്ച് അവരിൽ നിന്ന് റെസിപ്പി, ശരിക്കും ഞാൻ ഒരു ആദറല്ല ഇതിനകത്ത്, സമ്പാദകൻ മാത്രമാണ്. ആ രീതിയിലാണ് ഒരു ബുക്ക് വരാൻ പോകുന്നത്. ഇപ്പം തന്നെ ഒരുപാട് യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി, മറ്റ് പ്രോഗ്രാംസിന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് പോയി, പല ടേസ്റ്റ് അറിഞ്ഞു. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫേവറേറ്റ് ഡിഷ് ഉണ്ടോ? എൻ്റെ ഒരു എനിക്ക് ഒന്ന് നമ്മുടെ രുചിയുടെ തറവാടെന്ന് പറയുന്ന തലശ്ശേരിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ രുചിയുടെ തലസ്ഥാനം തലശ്ശേരിയാണ്. തലശ്ശേരിക്കാരുടെ എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുട്ട, മൈദ, പഞ്ചസാര, ഇതാണ് തലശ്ശേരി വിഭവങ്ങളുടെ ഒരു പ്രധാന. ഞാൻ തമാശയ്ക്ക് എപ്പിസോഡിലൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ മുട്ടയും പഞ്ചസാരയും മൈദയും നിരോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പട്ടിണി മരം നടക്കുന്നത് തലശ്ശേരിയിലാണ്. അല്ല, ഞാൻ അതിൻ്റെ ഒരു അതിപ്രസരം ഉള്ളത് ഒഴിച്ചാൽ തലശ്ശേരി വിഭവങ്ങളെല്ലാം വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നോൺ വെജ് വിഭവങ്ങൾ. പിന്നെ എനിക്ക് ഈ യാത്രയിൽ കിട്ടിയ വേറൊരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തിരുവിതാംകോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ തിരുവിതാംകോട് മുസ്ലിംസിൻ്റെ പാലാട, ഓട്ടാട, കിണ്ണത്തപ്പം, ചുക്കപ്പം, ചക്കോലി, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ അവർക്കുണ്ട്. എല്ലാം അതീവ രുചികരങ്ങളാണ്. അത് മാത്രമല്ല, അത് വളരെ ഹെൽത്തിയാണ്. ഈ പാചകത്തോടുള്ള ഈ പാഷൻ എപ്പോഴാണ് തുടങ്ങിയത്? എങ്ങനെയാണ് തുടങ്ങാനുള്ള കാരണം? അബദ്ധത്തിൽ വന്നു ചാടിയതാണ് പാചകത്തിൽ. അതെ എന്നുവെച്ചാൽ പിന്നെ മാജിക് ഷോയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. മുതുകാർ സാറിൻ്റെ കൂടെ മജീഷ്യൻ ആവാനായിട്ടായിരുന്നു ആഗ്രഹം. മാജിക് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിൽ സ്ട്രീറ്റ് മാജിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് മാജിക് ചെയ്തിരുന്നു. അതിനുശേഷം അമൃതയിലോട്ട് ഒരു മാറ്റം, അമൃത പുതിയ ചാനലാണ്, അവിടെ പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബൈക്കിൽ, ദോഷകാലത്തിന് ആ ബൈക്കിൽ ഞാൻ വന്നിറങ്ങിയപ്പോഴത്തേക്കും ഈ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രൊഡ്യൂസർക്ക് തോന്നിയത് കുക്കറി ഷോയുടെ അവതാരകൻ ഇങ്ങനെ ബൈക്കിൽ വന്നിറങ്ങുന്നതായിട്ടാണ്. അങ്ങനെ എന്നെയും ആ ബൈക്കിനെയും കുക്കറി ഷോയിലേക്ക് പറിച്ചു നടുകയായിരുന്നു. ശരിക്കും ഇഷ്ടത്തിലല്ല ചെയ്തത്, തീരെ ഇഷ്ടമില്ലാതെയാണ് ആദ്യത്തെ എപ്പിസോഡിന് വേണ്ടി ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെന്നിട്ട് ആദ്യം പാചകം ചെയ്യുന്നത് പഴയുടെ മോഹന നമ്പൂതിരിയുടെ കൂടെയാണ്. പുള്ളി അവിയലുണ്ടാക്കുന്ന കഥ പറഞ്ഞിട്ട് ആ അവിയലുണ്ടാക്കി, ആ വളരെ ഈ കയ്യിൽ ആണ് എല്ലാ സാധനങ്ങളും. പുള്ളിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഇടുന്നു, കഷ്ണങ്ങളാക്കിയത് ഇടുന്നു, അതിനകത്ത് തേങ്ങയും പച്ചമുളകും ഇതെല്ലാം കൂടി അരച്ചിടുന്നു, ഒന്ന് ഇളക്കുന്നു, ഒരല്പം അടച്ചു വെച്ച് വേവിക്കുന്നു. അവിയലാണെങ്കിൽ അടച്ചു വെച്ച് വേവിക്കണം, തോരൻ പടച്ചു വെച്ച് വേവിക്കണം എന്ന് പുള്ളി ഓരോന്നിനും പഴയ ഇതൊക്കെ സിസ്റ്റം അനുസരിച്ച് അവിയലുണ്ടാക്കി തന്നപ്പോഴത്തേക്കും ഉഗ്രൻ ടേസ്റ്റ്. അങ്ങനെയാണ് ഈ പാചകത്തിന്റെ മാജിക്കിലേക്ക് ഞാൻ എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ അതങ്ങ് ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി. ഇപ്പോൾ അത്യാവശ്യം പാചകം ചെയ്യാറുണ്ട്, വൈഫിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വൈഫ് അത്യാവശ്യം നല്ല പാചകക്കാരിയായി. ദിവ്യാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ടേസ്റ്റ് ഓഫ് കേരള. അപ്പോൾ അതിൻ്റെ യാത്രയിൽ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം കഞ്ഞിയും ചമ്മന്തിയൊക്കെ വയ്ക്കാൻ അറിയാൻ, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സദ്യ ഒരുക്കും. ഒരു 10-50 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ദിവ്യ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പാചകം ചെയ്തിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എപ്പോഴാണ്? നമ്മൾ എന്ന് വെച്ചാൽ ഈ വൈഫ് മാത്രമല്ല, നമ്മൾ ഒരിക്കലും ക്യാമറയ്ക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത, പിന്നെ ഒരിക്കലും അവരുടെ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ സംസാരിച്ച് പറഞ്ഞൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരാറുണ്ട്. പക്ഷെ അവരുടെ കൈ കൊണ്ടുണ്ടാക്കി തരുന്ന വിഭവം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇടിപെട്ട് ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യം നിലമ്പൂർ ഒരു അമ്മച്ചി നമുക്ക് വേണ്ടിയിട്ട് ബീഫ് കറി ഉണ്ടാക്കി. അവിടെ അധികം സാധനങ്ങളൊന്നുമില്ല, എല്ലാം പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ഇഞ്ചിയും പിന്നെ സാധനങ്ങളൊക്കെയാണ്. ഇത് വെച്ചിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കി തന്നു. ഇതുവരെ ഞാൻ അതിൻ്റെ വീഡിയോ നോക്കിയിട്ട് അതിൻ്റെ റെസിപ്പി എത്ര സമയം എടുക്കുന്നു എന്ന് നോക്കിയിട്ടൊക്കെ ആ സമയത്ത് ഞാൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നോക്കിയിട്ടും അമ്മച്ചിയുടെ പോലെ ഇതുവരെ ആ ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്, പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ബീഫിൻ്റെ ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പോത്തിറച്ചിയാണ് വെച്ച് തന്നെ. ഈ പോത്തിറച്ചി വെട്ടുന്ന ആളിൻ്റെ അടുത്ത് പോയിട്ട് നല്ല പോത്തിനെ തന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ശരിക്കുള്ള നല്ല മാംസം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കിയിട്ട് ആ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഈ യാത്രയിൽ വളരെ രസകരമായ ഒരു അനുഭവം പറയാം. എന്തെങ്കിലും തമാശ പറ്റിയത്, കഴിക്കാൻ പറ്റാത്ത കഴിക്കേണ്ടി വന്നിട്ടോ? കഴിക്കാൻ പറ്റാത്തത് കഴിക്കേണ്ടി വന്നത് ഈ ഒരു കോഴിക്കോട് ഒരു വലിയ തറവാട്ടിൽ ഒരു 70 മെമ്പേഴ്സ് ഉള്ള ഒരു തറവാട്ടിൽ ഞാൻ പോയിട്ടൊരു നോമ്പുതുറ ഡിഷ് എപ്പിസോഡ് എടുത്തിരുന്നു. അത് തുടക്കത്തിലാണ്, ഒരു ഓണം സ്പെഷ്യൽ കഴിഞ്ഞു തൊട്ടടുത്ത് തന്നെ ഓണത്തിനോട് ചേർന്നാണ് പെരുന്നാൾ വരുന്നത്. അപ്പോൾ പെരുന്നാൾ സ്പെഷ്യൽ എടുത്തതെന്ന് നോമ്പുതുറ ദിവസം പോയിട്ടാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണ കോഴിക്കോട് ഒരു ചടങ്ങുള്ള എന്താണെന്ന് വെച്ചാൽ പുയ്യാപ്പിള എന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് 100 വയസ്സായാലും കോഴിക്കോടും കണ്ണൂരൊക്കെ പുയ്യാപ്പിളയാണ്. അപ്പോൾ പുയ്യാപ്പിള വീട്ടിലേക്ക് വരുന്ന ദിവസം, കല്യാണം കഴിച്ച പെണ്ണിൻ്റെ ഇവിടെ നോമ്പുതുറയ്ക്ക് വരുന്ന ദിവസം പുയ്യാപ്പിളയ്ക്ക് വേണ്ടിയിട്ട് തലമുസ്മൻ ഉണ്ടാക്കും. ആ തലമുസ്മൻ എന്ന് പറഞ്ഞാൽ ആടിൻ്റെ തല ഒരു മസാല ഉണ്ടാക്കിയിട്ട് ബിരിയാണി ചെമ്പ് പോലെ അതിനകത്ത് ദമ്മാക്കിയിട്ട് വേവിച്ചെടുക്കുന്ന ഒരു ഡിഷാണ്. അതിനകത്ത് 4-5 ആടിൻ്റെ തല വൃത്തിയാക്കിയിട്ട് അതിനകത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ ഭീകരതയാണ്. കാരണം ഇത്രയും തലകൾ ഒരുമിച്ച് വലിയൊരു ചെമ്പിലാണ് ഇത് വിളമ്പുന്നത്. എന്നിട്ട് അവിടുത്തെ ഒരു പ്രായമുള്ളൊരു കാരണവരുണ്ട്. മൂപ്പർക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പണിയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആദ്യം ചെന്നപ്പോൾ തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഈ ഷോ ഒക്കെ ചെയ്തിട്ട്, എൻ്റെ പരിപാടി ഭക്ഷണം കഴിക്കുന്ന പരിപാടിയാണല്ലേ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ പുയ്യാപ്പിളമാർ വന്നു കഴിഞ്ഞാൽ, നമ്മളെ തറവാട്ടിലേക്ക് പുയ്യാപ്പിളമാർ വന്നു കഴിഞ്ഞാൽ ഓർക്ക് തലമുസ്മം കൊടുക്കും. അതിലെ ഏറ്റവും വലിയ ആടിന്റെ നാവ് ഓനുള്ളതാണ്, പുയ്യാപ്പിളക്കുള്ളതാണ്. ഇന്ന് ഇത് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. കാരണം ഈ ആടിത് പാചകം ചെയ്ത് വെച്ചത് കണ്ടിട്ട് തന്നെ ഞാൻ ഏകദേശം ഞെട്ടിയിട്ടുണ്ട്. ഇയാള് ഞാൻ വിചാരിച്ചിട്ട് മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇത്രത്തോളം വിഭവങ്ങളാണ് ഇവിടെ തിന്നേശയില് 200ഓളം വിഭവങ്ങളാണ് വിളമ്പിയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇതായിട്ടുള്ള വിഭവം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞാൽ തല മുസ്മനാണ്, ആടിന്റെ തലയുടെ മുസ്മനാണ്. അപ്പൊ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു അല്പം ഗ്രേവി എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ അടിപൊളി എന്ന് പറഞ്ഞു. ഇത് കഴിക്കെന്ന് പറഞ്ഞിട്ട് ഈ കാരണവരില്ലേ അതിന്റെ നാവ് നമ്മൾ ഈ കാണുന്ന അത്രയല്ല, ഉള്ളിലേക്ക് കുറച്ചുകൂടി ഉണ്ട്. ഇതിങ്ങനെ വലിച്ച് ഇങ്ങനെ എടുത്തു. അതിന്റെ തലേന്ന് ഇങ്ങനെ വേർപെടുത്തി എടുത്ത് അതിനകത്ത് ഇങ്ങനെ ചാറിങ്ങനെ ഇട്ടിട്ട് വീഴുക. കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. എന്റെ സകല നിയന്ത്രണം വിട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സൂത്രത്തില് ഞാൻ അത് ഒരു അല്പം ഇങ്ങനെ ആ ഗ്രേവി മാത്രം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കൊള്ളാന്ന് പറഞ്ഞു. ഒരച്ചത് കഴിക്കുന്നത്. അന്നാണ് ഞാൻ ഫുഡിന്റെ മുമ്പ് ആദ്യമായിട്ട് അടിയറവ് പറയുന്നത് കോഴിക്കോട് കാരണവരുടെ മുമ്പിലാണ്. അപ്പൊ മൂപ്പര് ഇത് കഴിഞ്ഞിട്ട് കോമഡി ഇതൊന്നുമല്ല, കഴിച്ച് മടിയാണെങ്കിൽ കഴിക്കണ്ട ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വെച്ചിട്ട് ഗുമ്മെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്രയും വലിയ നാവ്. ആദ്യമായിട്ട് ഒരാളുടെ മുമ്പിൽ നമിക്കുന്നത് പുള്ളിയുടെ മുമ്പിലാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് ആണ്. ഇപ്പൊ പാമ്പിനെ തിന്നാൻ പോലും ഞാൻ റെഡിയാണ്. അങ്ങനെ ഒരു വളരെ സ്വാദുള്ളൊരു ഡിസ്കഷൻ തന്നെയായിരുന്നു. നമുക്കൊരു ഇന്റർവ്യൂ. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ, നമുക്കൊരു കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ട്. ഞാൻ രാജ് കലേഷ്, ടിവിയിലൊക്കെ കുക്കറി ഷോ അവതാരകനാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല, ഞാൻ കൊതിയനാണ്, കൊതിയൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 90.4 റേഡിയോ DC. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 90.4 റേഡിയോ DC. ഭക്ഷണം കഴിക്കുന്ന ഒരു ആളല്ല ഞാൻ. അത്യാവശ്യം കാര്യമായിട്ട് നാട്ടിലൊക്കെയുള്ള അമ്മച്ചിമാരുണ്ടാക്കി തരുന്ന മുഴുവൻ സാധനങ്ങളും നന്നായിട്ട് വെട്ടി വിഴുങ്ങാറുണ്ട്. അത്യാവശ്യം ഓടിയും നടന്നുമൊക്കെ തടി കുറയ്ക്കാറുമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പുതിയ പാചക പരീക്ഷണങ്ങളും പഴയകാല വിഭവങ്ങളും ഒക്കെ ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്തു. അതിന് സാക്ഷിയാവാനും അത് ചെയ്യാനും പറ്റിയതിൽ അതിയായ നന്ദിയുണ്ട്. ഇന്ന് പക്ഷേ ഞാൻ എത്തിയിരിക്കുന്ന കുറച്ച് കൊനസ്റ്റ് പരിപാടികളുമായിട്ടാണ്. എന്നുവെച്ചാൽ നമ്മുടെ നാട് വളരെ ഒരുപാട് സമ്പന്നമായ നമ്മുടെ ഭക്ഷ്യ സംസ്കാരം, നമ്മുടെ ഒരു ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത് പഴയ കാലത്ത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കൾച്ചറായിരുന്നു. പണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളെല്ലാം തന്നെ, നമ്മുടെ മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റുകൾ, സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റുകളെല്ലാം തന്നെ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളുമാണ്. വളരെ ഹെൽത്തിയാണ്. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന തരം ബ്രേക്ക്ഫാസ്റ്റുകളാണുള്ളത്. നമ്മൾ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു.
പണ്ട് നമ്മുടെ ഒരു നെല്ലാണ് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. നെല്ല്, മുതിര, തിന, ചാമയരി, ചോളം, ഇറുങ്ങ്, വാഴപ്പഴം, വാഴക്കായ, ചക്ക, തേങ്ങ, മാങ്ങ, ഇതൊക്കെയായിരുന്നു നമ്മുടെ നിത്യജീവിതത്തിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇത്യാദി സാധനങ്ങളാണ്. പിന്നെ തീരപ്രദേശങ്ങളിലൊക്കെ മീനും, വനമേഖലകളിൽ മുളയരി, കൂവ, റാഗി ഒക്കെ ആയിരുന്നു പ്രധാന ഇൻഗ്രീഡിയൻസ്. പിന്നീട് വാണിജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ ചുവന്ന മുളകും കപ്പയും കശുവണ്ടിയും പിന്നെ പലതരം പച്ചക്കറികളും പലതരത്തിലുള്ള വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതും നമ്മുടെ ഫുഡ് കൾച്ചർ അങ്ങനെ മാറാനും തുടങ്ങി. പണ്ട് കുരുമുളക് അരച്ചുകൊണ്ടിരുന്ന നമ്മൾ പിന്നീട് ചുവന്ന മുളകിലേക്ക് മാറി. ഒട്ടും തീരെ ഹെൽത്തി അല്ല. അത് മാത്രമല്ല ഒരുപാട് ദോഷങ്ങളുമുണ്ട് ഈ ചുവന്ന മുളകിന്. അവിടെയാണ് നമുക്കൊരല്പം പിഴച്ചു പോയത്. ഇതായിരുന്നു നമ്മുടെ ഒരു പഴയ കാലത്തെ ഒരു ജീവിത രീതിയും. നന്നായിട്ട് അധ്വാനിക്കുന്നവരായിരുന്നു. കഞ്ഞി പ്രധാന ആഹാരമായിരുന്നു. കഞ്ഞിക്ക് 5 കടിയും 3 സംശയങ്ങളും എന്നാണ് പറയുന്നത്. കഞ്ഞിക്ക് 5 കടിയാണ്. അല്ലെ, കഞ്ഞിയുടെ കടികൾ കഞ്ഞി, എരിശ്ശേരി, അസ്ത്രം, ഇഞ്ചിത്തൈര്, ഉപ്പിലിട്ടത്, പുഴുക്ക് അല്ലെങ്കിൽ തോരൻ. ഇതായിരുന്നു നമ്മുടെ കഞ്ഞിയുടെ 5 കടികൾ. 3 സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ രസകരമാണ്. കഞ്ഞിയിൽ വെള്ളമാണോ വറ്റാണോ കൂടുതൽ എന്നാണ് ആദ്യത്തെ സംശയം. രണ്ടാമത്തെ സംശയം കറികളാണോ കൂടുതൽ, കഞ്ഞിയാണോ കൂടുതൽ എന്ന് കാണുന്നവരിൽ സംശയം ഉണ്ടാക്കുന്ന സംശയമാണ് രണ്ടാമത്തെ സംശയം. മൂന്നാമത്തെ സംശയം വളരെ രസകരമാണ്. ഇത് കുടിച്ചിട്ട് ചൂട് കഞ്ഞിയും ചൂട് പുഴുക്കും ഈ കറികളും കഴിച്ചിട്ട് ഇവൻ വിയർത്തതാണോ വിയർത്ത് കുളിച്ചതാണോ എന്ന് സംശയം. അങ്ങനെ കഞ്ഞിക്ക് 5 കടിയും 3 സംശയങ്ങളുമായിരുന്നു. ഞാൻ ഇപ്പൊ ഒരു കൊനസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് എണ്ണ എടുത്തിരുന്നത് എള്ളിന്റെ എണ്ണയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഞാനും പുസ്തകങ്ങളിൽ നോക്കിയപ്പോഴത്തേക്കും കണ്ടത് എള്ളെണ്ണയായിരുന്നു. അത് എള്ളെണ്ണയും തേങ്ങ എണ്ണയും കൂടെ ചേർത്ത് ഉപയോഗിച്ചിരുന്നു. എള്ളിന്റെ കൂടെ തന്നെ തേങ്ങ ചിരകി ഉണക്കിയിട്ട് ഈ കാളച്ചക്കുള്ള വീടുകളിൽ കൊണ്ടുപോയിട്ട് ആട്ടിക്കൊണ്ടുവന്നിട്ടാണ് എണ്ണ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഉരുക്ക് വെളിച്ചെണ്ണ എടുത്തിരുന്നു. കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളായിക്കഴിഞ്ഞാൽ ഉരുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ടാണ് കുട്ടികളുടെ ദേഹത്ത് തേച്ച് പിടിപ്പിച്ചിരുന്നത്. ഒരു 4 വയസ്സ് വരെ കുട്ടികളുടെ ദേഹത്ത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും, അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും, അങ്ങനത്തെ വെളിച്ചെണ്ണയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ പല ബഹുരാഷ്ട്ര കുത്തകകളും പുറത്തുവിടുന്ന മിനറൽ ഓയിലാണ് നമ്മുടെ കുട്ടികളുടെ. മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു അമേരിക്കൻ കമ്പനിയുടെ ബേബി പ്രോഡക്ട്സ് ആണ്. അതിനകത്ത് എല്ലാ സാധനങ്ങളും തന്നെ മിനറൽ ഓയിലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ തേച്ചുകൊണ്ടിരുന്ന സ്ഥാനത്താണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന രീതിയാണെന്ന് പറഞ്ഞുതരാം. തേങ്ങയുടെ 1/4 പാലെടുത്ത് അത് കുറുക്കി അത് ചെറിയ തീയിൽ അടി കട്ടിയുള്ള നല്ല പാത്രത്തിൽ വെച്ചിട്ട് 2 ദിവസം 1.5 ദിവസം 2 ദിവസം അതിൻ്റെ കക്കം പിടിച്ച് നോക്കുക. അതിൻ്റെ അടിയിൽ ഉറഞ്ഞിട്ടുള്ള കക്കം പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് പൊടിയണം. കയ്യിൽ തരിതരിപ്പായിട്ട് പൊടിഞ്ഞു വരുന്ന പാകത്തിന് അതിൻ്റെ കക്കം നീക്കം ചെയ്തിട്ടാണ് ഉരുക്ക് വെളിച്ചെണ്ണ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. കൊച്ചു ജനിച്ച് വീണ പിറ്റേ ദിവസം മുതൽ നമ്മൾ കുട്ടിയെ കുളിപ്പിക്കാനായിട്ട് ബഹുരാഷ്ട്ര കുത്തകയുടെ ഇതാണ് വാങ്ങിക്കുന്നത്. ഉറപ്പായിട്ടും അധികം കാലത്തിനുള്ളിൽ ഇപ്പോഴത്തെ ക്യാൻസർ സെന്ററിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്കിൻ ക്യാൻസറും കൊളോൺ ക്യാൻസറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്ന് നമ്മുടെ ഈ ഫുഡ് കൾച്ചർ മാറിയതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അഡൾട്രേഷന് വിധേയമായിട്ടാണ് എല്ലാ പ്രോഡക്ട്സും നമുക്ക് കിട്ടുന്നത്. പാക്കറ്റിൽ അടച്ച് ഏറ്റവും നല്ല കമ്പനിയുടെ ഏറ്റവും നല്ല വർണ്ണക്കടലാസിൽ പൊതിയാത്ത ഒരു സാധനവും നമ്മൾ വാങ്ങില്ല. ഏതെങ്കിലും ഒരാള് പൊടിച്ച് വിൽക്കുന്ന, ഈ വീട്ടിൽ തന്നെ മുളകും മല്ലിയൊക്കെ വറുത്ത് പൊടിച്ച് വിറ്റാൽ നമ്മൾ വാങ്ങിക്കില്ല. ഏറ്റവും നല്ല കമ്പനി. നമ്മുടെ ഗവൺമെന്റും ജനങ്ങളും ഒക്കെ ചേർന്നൊരു മാറ്റത്തിന് ശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫുഡിലേക്ക് തിരിച്ചു വരാം. കുക്കറി പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചൈനക്കാർ അവരുടെ വിഭവങ്ങളെല്ലാം തന്നെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി. ഇപ്പോൾ ഫുഡിന്റെ മാതൃരാജ്യം എന്നറിയപ്പെടുന്നത് ചൈനയാണ്. മദർലാൻഡ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഉള്ളതെന്ന് അവർ അവകാശപ്പെടുന്നു. നമുക്ക് ധാരാളം വിഭവങ്ങളുണ്ട്.
കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫുഡിൻ്റെ യാത്രയായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് എനിക്കറിയാം, കേരളത്തിൽ ഒരുപാട് നമുക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും വിഭവങ്ങൾ കേരളത്തിലുണ്ട്. പഴയ മുത്തശ്ശിമാരൊക്കെ മരിച്ചപ്പോഴത്തേക്ക് കുറേ വിഭവങ്ങളൊക്കെ. മൂന്നാമത് തുടക്കക്കാർക്കായുള്ള പാചകം, അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് വെർഷനും റെസിപ്പീസ് ഫോർ ദി ബിഗിനേഴ്സ് എന്നതും DC ബുക്സ് പുറത്തിറക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത അച്ചാറുകളും മൈക്രോവേവ് പാചകവും എൻ്റെ 5ാമത്തെ 6ാമത്തെ പാചക പുസ്തകമാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ പാചകകലയിലേക്ക് വന്നത്. നല്ല ഭക്ഷണം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? എനിക്കും അങ്ങനെ ഒരു താല്പര്യമുള്ള ആളായിരുന്നു ചെറുപ്പത്തിൽ. കുട്ടിക്കാലം മുതലേ ഞാനും രുചിയുടെ ഒരു ആരാധികയായിരുന്നു. തുടക്കത്തിൽ എൻ്റെ അമ്മ പകർന്നു തന്ന രുചികൾ എന്നെ നല്ലപോലെ ഇഷ്ടപ്പെടുത്തി. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ അമ്മച്ചിയോടൊപ്പം അടുക്കളയിൽ കയറി എന്താണ് അമ്മച്ചി ചെയ്യുന്നതെന്നും അതിൻ്റെ മെത്തേഡൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. എന്നിട്ട് ഒരു ദിവസം ഞാൻ തയ്യാറാക്കിയ ചിക്കൻ കറി കഴിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇത് നല്ലതായിട്ടുണ്ടല്ലോ മോളെ എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ആദ്യമായി കിട്ടിയ ആദ്യ അംഗീകാരം അമ്മച്ചിയിൽ നിന്നാണ് കിട്ടിയത്. പിന്നീട് ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ പാചക പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എന്നെ പ്രശസ്തമായ ഒരു ഹോം സയൻസ് കോളേജിൽ ഹോം സയൻസ് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് വിവിധ സ്റ്റൈലിലുള്ള കുക്കിങ്ങിൻ്റെ ബാലപാഠങ്ങളും ഹോം മാനേജ്മെൻറ്റും പഠിച്ചു. അത് കഴിഞ്ഞ് വിവാഹശേഷം ബന്ധുക്കള്, മക്കള്, അവരുടെ സുഹൃത്തുക്കള്, അങ്ങനെ പടിപടിയായി ആൾക്കാർ കൂടി വന്നു, ബന്ധപ്പെടേണ്ടവര്. അപ്പോൾ പല പരീക്ഷണങ്ങളും ഞാൻ നടത്തി. അപ്പോൾ ഒരു വിഭവം സക്സസ് ആകുമ്പോൾ എൻ്റെ ഭർത്താവും മക്കളും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ വനിത എഡിറ്ററായിരുന്ന ശ്രീ മണർനാട് മാത്യു സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അപ്പോൾ ഞാൻ തയ്യാറാക്കി വിളമ്പിയ വിഭവം വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അത് വനിത മാഗസീനിൽ പ്രസിദ്ധപ്പെടുത്തി. അതാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ച എൻ്റെ റെസിപ്പി. തുടർന്ന് മഹിളാരത്നം, ഗൃഹലക്ഷ്മി, മെട്രോ പ്ലസ്, മെട്രോ മനോരമ, ഇതിലൊക്കെ എൻ്റെ റെസിപ്പികൾ വരാൻ തുടങ്ങി. അതിനുശേഷം ജീവൻ TVയിൽ ഇറ്റ്സ് എ റിയലി ടേസ്റ്റി പ്രോഗ്രാം ചെയ്തു തുടങ്ങി. അപ്പോൾ അത് വളരെ പോപ്പുലറായി. ജീവൻ TVയോട് എനിക്കതിൻ്റെ നന്ദിയും കടപ്പാടുമുണ്ട്. ആ സമയത്താണ് മറ്റ് 4 ബുക്കുകളുടെ രചന നടന്നത്. ശ്രീ രവി DC-യും DC ബുക്സും നിറഞ്ഞ പ്രോത്സാഹനത്തോടെയാണ് എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മുമ്പോട്ട് വന്നത്. അതിൽ ആദ്യത്തെ ബുക്ക് രുചിയൂറും വിഭവങ്ങളിൽ 1 വർഷം കൊണ്ട് 2 പ്രാവശ്യം പബ്ലിഷ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ 3ാമത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, 3ാമത്തത്. പിന്നെ തുടക്കക്കാർക്കായിട്ടുള്ള ഒരു പാചകം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കല്യാണം കഴിച്ച് പോകുന്നവർക്ക് കാര്യമായിട്ടൊരു അറിവൊന്നുമില്ല. അതുപോലെ തന്നെ തനിയെ താമസിക്കുന്നവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പികളാണ് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അളവുകളും തൂക്കങ്ങളും എല്ലാം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഒരു നല്ല ബുക്കായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ അത് കഴിഞ്ഞ് രുചി ലോകത്ത് എൻ്റെ ഉത്തരവാദിത്വം കൂടി വന്നു. അപ്പോൾ ഞാൻ കൂടുതൽ പഠനങ്ങളും നിരീക്ഷണങ്ങളും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വരാൻ സാധിക്കാതെ എനിക്ക് വലിയൊരു വിഷമമായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഇതിൻ്റെ ഈ ബുക്കുകളുടെ പ്രകാശന കർമ്മം നടത്തിയതിനാൽ അച്ഛനും അമ്മയും ഇവിടെ എത്തി എന്നുള്ളതാണ് എനിക്ക് വലിയൊരു ഈ പുസ്തകം ഇറങ്ങിയ അത്രയും സന്തോഷം തന്നെ. എൻ്റെ അച്ഛനമ്മമാർ ഇവിടെ വരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ DC ബുക്കുകൾ നടത്തി ഞാൻ വളരെ മാസികയിൽ എഴുതി തുടങ്ങിയ കാലം മുതൽക്ക് അതിന് മുമ്പ് തൊട്ടേ ഈ ബുക്ക് എക്സിബിഷനൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ചും DC ബുക്കിൻ്റെ ഈ DC ബുക്കിൻ്റെ എക്സിബിഷൻ വരുമ്പോൾ ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നല്ലോ ഒരു പുസ്തകമെങ്കിലും DC ബുക്കിൻ്റേതായിട്ട് എനിക്ക് ഇറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഈ എക്സിബിഷനും
അതിനോടനുബന്ധിച്ചുള്ള ഇത്തരം വേദികളിലുമൊക്കെ ഞാൻ വരാൻ തുടങ്ങി. അതിനുശേഷം മാസികകളിലൊക്കെ എഴുതുകയും അത് കഴിഞ്ഞിട്ട് ഈ DC ബുക്സിൻ്റെ എക്സിബിഷനൊക്കെ എനിക്ക് വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട് ഇത്തരം പുസ്തകങ്ങളൊക്കെ ഇറക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത്തരം എക്സിബിഷനുകൾ ഈ വായനക്കാരെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ധാരാളം എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ്. ഈ ഏഴാമത്തെ പുസ്തകം എന്ന് പറയുന്നത് അതൊരു ആരോഗ്യ പാചകത്തിൻ്റെ ആയിരുന്നു. പല അസുഖങ്ങളുടെയും അവയ്ക്ക് രോഗങ്ങളുണ്ടെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതിരിക്കണം എന്ന അർത്ഥമില്ലല്ലോ. അത് അവർക്കുമൊക്കെ പറ്റുന്ന മധുര പലഹാരങ്ങളും വേണ്ട കുറച്ചുള്ള ആഹാരവും അങ്ങനെ പല തരത്തിലുള്ള അങ്ങനെ ഭക്ഷണക്രമം ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ തയ്യലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഥകൾ എൻ്റെ മാസികയിൽ വന്ന എല്ലാം കൂടെ സമാഹരിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 9 പുസ്തകങ്ങളായി എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. DC ബുക്കിൻ്റെ ഇത്തവണത്തെ പുസ്തകത്തിൽ ഈ ഫോട്ടോ അതിൽ വളരെ ഭംഗിയായി തന്നെ ചേർത്തിട്ടുണ്ട്. അത് ആ ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഫോട്ടോഗ്രാഫറിനെ എൻ്റെ ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പിന്നെ ഈ പുസ്തകം ഇറക്കാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കാൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച എൻ്റെ അച്ഛനാണ്. അതായത് ഈ പല മാസികകളിലൊക്കെ വന്ന ആ മാറ്ററുകളെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് എല്ലാം കൂടെ ഒരു പുസ്തക രൂപത്തിലാക്കി തന്നതും എനിക്ക് ഈ പുസ്തകം എല്ലാം കൂടെ കൂടിയുള്ള താല്പര്യം അതിൽ ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എൻ്റെ ഈ 2 പുസ്തകങ്ങൾ ഇവർക്കൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്വയം പാചകം ചെയ്ത് നമുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിനുള്ളൊരു മനസ്സിലൊരു സന്തോഷവും കാണും. അതുപോലെ അത് കഴിക്കുന്നവർക്കുമൊക്കെ ആരോഗ്യത്തിനും അത് തന്നെയായിരിക്കും വളരെ ഗുണം ചെയ്യുന്നത്. നമുക്ക് എല്ലാം അമ്മച്ചിയാണ്. വനിതയിലും മലയാള മനോരമയിലും പിന്നെ ഓൺലൈനിലും എല്ലാം ഞാൻ പാചകക്കുറിപ്പുകൾ എഴുതാറുണ്ട്. വീട്ടിൽ നിന്ന് പാചകങ്ങൾ ഉണ്ടാക്കി പടമെടുത്ത് ഓൺലൈനിൽ കൊടുത്ത് ചെയ്യാറുണ്ട്. പിന്നെ തയ്യലുകളും ഷീറ്റുകളും എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട്. വീട്ടിൽ നിന്നും കുട്ടികൾക്കും വീട്ടമ്മമാർക്കും എല്ലാം ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. എല്ലാവർക്കും എൻ്റെ പാചക ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്.